ട്രാവൽ റോഡ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയിലാണ്. നല്ല കുളിര്, നല്ല തണുപ്പാണ്. ഇപ്പോൾ ഫെബ്രുവരി മാസമാണെങ്കിൽ പോലും നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ താമസിച്ചത് ഞങ്ങൾ ക്ലൂനി മാനർ ഹെറിറ്റേജ് റിസോർട്ടിലാണ്. ഇവിടെ ഒരു പഴയ കാലത്തുള്ള ഊട്ടി ടൗണിൽ തന്നെ, ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ആയിട്ട്, അവിടെ ജസ്റ്റ് ഒരു കിലോമീറ്റർ ദൂരത്തിൽ അടുത്തായിട്ടുള്ള ഒരു പഴയ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചിരുന്നത്. അപ്പോൾ ആ റിസോർട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള, ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ക്ലൂനി മാനർ റിസോർട്ട്. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഈ എൻട്രൻസിലേക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പ്രൗഢി നമുക്ക് മനസ്സിലാവും. അത്രയും ഒരു പഴയ ആ ലുക്കിൽ, ആ ഒരു സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ക്ലൂനി മാനർ റിസോർട്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ ആ ഒരു രീതിയിലാണ്, ഏറ്റവും പഴയ ആ ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു റിസപ്ഷൻ ഏരിയയിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ്. കണ്ടോ, ഇതിൻ്റെ ഒരു സ്ട്രക്ചറും ഇതിൻ്റെ സ്റ്റൈലൊക്കെ ചെയ്ത് കണ്ടോ നിങ്ങൾ. എല്ലാം ആ ഒരു ട്രഡീഷണൽ ലുക്കിൽ, പഴയ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. നല്ല ഇവർക്ക് കിട്ടിയിട്ടുള്ള പ്രൈസുകളിലൊക്കെ ഇഷ്ടംപോലെ പ്രൈസ് കിട്ടിയിരുന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇവരിങ്ങനെ ഷോ ചെയ്തിട്ടുണ്ട്. കണ്ടോ, വൈബോ അങ്ങനെയുള്ള എല്ലാ പരിപാടികളുടെയും പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തെ പഴക്കമുള്ള ആ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഹോസ്പിറ്റാലിറ്റിയൊക്കെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ട്. വരാന്തയിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാള സിനിമയിലും മറ്റൊക്കെ കാണുന്ന തരത്തിലുള്ള ഈ പ്രേത സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഈ ഹൊറർ ഫിലിംസിലൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ആ ഒരു തരത്തിലുള്ള വീടുകളുടെ ഒരു ഫീലാണ് ഈ ഒരു വരാന്തയിലൂടെ ഇങ്ങനെ നടന്നാൽ നമുക്ക് കിട്ടുക. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു സീറ്റിലിരുന്നിട്ട് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത്. ആ ഗാർഡൻ്റെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും. ഇതാ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു പോർച്ചിലൂടെ ഇങ്ങനെ റിസപ്ഷനിൽ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നല്ലൊരു അടിപൊളി ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേര സമയത്ത്, മോർണിംഗ് സമയത്തൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സൂപ്പറല്ലേ, ഫാമിലിക്കൊക്കെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റുന്നൊരു സ്ഥലം. തണുപ്പിൻ്റെ പൂക്കൊണ്ട് രാവിലെ മൂന്നാളും കൂടി നല്ല വെയിൽ കഴിയാണ്. അവ തണുക്കണുണ്ടോ? തണുക്കണുണ്ടോ? നല്ല തണുപ്പാണ് കേട്ടോ, അത്യാവശ്യം നല്ല സൂപ്പർ തണുപ്പാണ്. ഫെബ്രുവരി മാസത്തിൽ ഇത്രയും തണുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന ഒരു സൈക്കിളുണ്ട്. നിങ്ങൾ സൈക്കിള് ഉണ്ടോ? ഇതാ ഈ മെയിൻ ഏരിയയിൽ നിന്ന് താഴോട്ട് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കണ്ടോ. ഒരു ഗാർഡനിൽ പോയൊരു ഫീലാണ് കേട്ടോ. ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഒരുപാട് ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റുന്ന സൂപ്പർ സ്ഥലങ്ങളുണ്ട്. കണ്ടോ, ഇതൊക്കെ സെറ്റ് ചെയ്ത് കണ്ടോ നിങ്ങൾ. ഇതിൻ്റെ ബാക്കിലോട്ട് അങ്ങോട്ട് ഫുള്ള് യൂക്കാലി പൈൻ മരങ്ങളുടെ പൈൻ ഫോറസ്റ്റാണ്. അതുപോലെ തന്നെ എല്ലാ വില്ലയുടെയും ഫ്രണ്ടിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചായ കുടിക്കാനൊക്കെ, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഔട്ട്ഡോറായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പും കൂടി നമുക്ക് ഇവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലൂനി മാനർ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഊട്ടിയിലെ ഏറ്റവും നല്ലൊരു റിസോർട്ടാണ് ക്ലൂനി മാനർ റിസോർട്ട്. 200 വർഷം പഴക്കമുള്ള റിസോർട്ടാണിത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച, അവിടുത്തെ പിന്നീട് രാജാക്കന്മാർ ഇത് കൈയടക്കി. പിന്നെ ഇപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഓണർ. ഏതായിരുന്നാലും ഒരു ട്രഡീഷണൽ ലുക്കിൽ നല്ല അടിപൊളി ആംബിയൻസിൽ താമസിക്കാൻ പറ്റുന്ന റിസോർട്ടാണ്. ഞങ്ങളിവിടുത്തെ താമസിച്ച റൂം ബേസിക് റൂമാണ്. 3500 രൂപയായിരുന്നു അതിൻ്റെ ചാർജ്. പിന്നെ ഇങ്ങനെ കയറി പോകുന്നതിനനുസരിച്ച് ചാർജ് കൂടും ചെയ്യും. ഏതായിരുന്നാലും ഊട്ടിയിൽ വന്നിട്ട് താമസിക്കാൻ, ഊട്ടി ടൗണിൽ തന്നെ നല്ലൊരു ആംബിയൻസോട് കൂടി താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് ക്ലൂനി മാനർ റിസോർട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഇനി നമ്മൾ ടോയ് ട്രെയിൻ മറ്റ് സംഗതികളൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ബൈ.